കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ തിരുമേനിയും ഉണ്ണിമോളും ദേവകിയമ്മയും കൂടെ സംസാരിക്കുകയാണ്. ഈ സമയത്ത് ഉണ്ണിമോൾ പറഞ്ഞു, മുത്തശ്ശി എന്നോട് വന്ന വിഷമങ്ങളൊക്കെ പറഞ്ഞു, ഞാനത് കേട്ടായിരുന്നു. പക്ഷെ എനിക്ക് വേറെ ആരോ പറയുന്ന പോലെ തോന്നിയത്, മുത്തശ്ശിയാ പറയണേ തോന്നിയത് പോലും ഇല്ലെന്ന് പറയാം. ഇത് കേട്ടെന്ന് തിരുമേനി പറഞ്ഞു, അതെ ഉണ്ണിമോൾ ആ സമയത്ത് ബാലികാദേവി ആയിട്ടിരിക്കുമല്ലേ, ബാലികാദേവിക്ക് ആര് തന്റെ മുന്നിൽ വന്ന് സങ്കടം പറഞ്ഞാലും അതെല്ലാം ഒരേപോലെയാ തോന്നേ. ഭക്തരെല്ലാരും ദേവിക്ക് ഒരേപോലെയാ, അതുകൊണ്ട് അങ്ങനെ തോന്നിയത്. പക്ഷേങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. ഇത് കേട്ടപ്പോ ഉണ്ണിമോൾ ചോദിച്ചു, ഇപ്പൊ ഞാൻ ബാലികാദേവിയാണോ ഉണ്ണിമോളാണോന്ന് ചോദിക്കാം. പെട്ടെന്ന് പറഞ്ഞു, ഉണ്ണിമോളുടെ ഉള്ളില് ബാലികാദേവിയുണ്ട്, പക്ഷെ ഇപ്പൊ സംസാരിക്കുന്ന ദേവിയമ്മയോട് സംസാരിക്കുന്ന ഉണ്ണിമോളാന്ന് പറയാ. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, അതെ ആദ്യമോളുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് വീട്ടിലേക്ക് പോകണം. ഇവിടെ വെച്ച് എനിക്ക് അന്നപൂർണേശ്വരി ദേവിയോട് പ്രാർത്ഥിക്കാം, എന്നാലും അയ്യപ്പസ്വാമിയുടെ മുന്നിൽ പോയി എനിക്ക് പ്രാർത്ഥിക്കാം. എങ്കിലും എന്റെ മനസ്സിലൊരു സമാധാനം കിട്ടത്തുള്ളൂ. എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ ആദ്യമോളെ തിരികെ വേണമെന്ന് പറയാ. ഇത് കേട്ടതും ഉണ്ണിമോള് പറഞ്ഞു, എന്നാ മുത്തശ്ശി ഞാനും കൂടെ വരുവാ, എനിക്ക് മുത്തശ്ശി ഇല്ലാതെ പറ്റില്ല. മുത്തശ്ശി അവിടെ പോയിട്ടുണ്ടെങ്കിൽ കരഞ്ഞവിടെ ഇരിക്കത്തുള്ളൂ, ഫുഡ് പോലും കഴിക്കത്തില്ല, എനിക്കറിയാന്ന് പറയാം. വേണ്ട ഉണ്ണിമോളെ വരണ്ടാന്ന് പറയാ. ഇത് കേട്ട തിരുമേനി പറഞ്ഞു, അതെ ഉണ്ണിമോൾക്ക് ഇനി ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? പൗർണമി പൂജ കഴിയാതെ പോകാൻ പറ്റില്ല. ബാലികാദേവിയായിട്ട് അങ്ങനെ ആ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്, ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്ന് പറയാ. ഇത് കേട്ടത് ഉണ്ണിമോൾക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പിന്നീട് ദേവികമ്മ അങ്ങോട്ട് പോകുന്ന സമയത്ത് ആലിന്റെ ചൂട്ടില് ജയനും മിനി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ അരിയിലേക്ക് ദേവികമ്മ എന്നിട്ട് പറഞ്ഞു, അതെ ഞാന് ബാലികാദേവിയുടെ മുന്നിൽ പോയി എന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. ഞാന് ഇത്രയും കാലം വളർത്തിയ എന്റെ കുട്ടിയാണ് ഉണ്ണിമോള്. പക്ഷെ ഉണ്ണിമോളായിട്ടല്ല ഞാൻ അവളെ കണ്ടത്, ബാലികാദേവിയായിട്ടാണ്. ആദ്യമോൾക്ക് ഒരു പരിക്കും കൂടാതെ അവളെ തിരികെ തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബാലികാദേവിയുടെ മുന്നിൽ പോയിന്ന് പ്രാർത്ഥിച്ചേ. അവിടെ ഞാൻ എന്റെ കുട്ടി ഉണ്ണിമോളാന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേങ്കില് നിങ്ങൾക്ക് ഇപ്പോഴും അവളുടെ മുന്നിൽ പോയിന്ന് പ്രാർത്ഥിക്കാൻ മടിയാ. ഇനിയെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള ആ മടിയൊക്കെ മാറ്റിവെച്ച ദേവിയുടെ മുന്നിൽ നിന്ന് പോയി പ്രാർത്ഥിക്കണം ഞാൻ പറയാനുള്ളൂ പറഞ്ഞു. ഇത് കേട്ടതും മിനി പറഞ്ഞു, കണ്ടില്ലേ ജയേട്ടാ, ഇപ്പോഴും അമ്മയ്ക്ക് അവളോട് തന്നെയാണ് താല്പര്യം. കണ്ടോ, അവളുടെ മുന്നിൽ പോയി നമ്മൾ കൈകൂപ്പി വണങ്ങണം പോലും. എന്നിട്ട് നമ്മുടെ ആദ്യമോളെ തിരികെ കിട്ടണമെന്ന് അപേക്ഷിക്കണമെന്ന്. ഇത് കേട്ടതും ദേവികൻ പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. അല്ലെങ്കിലും നിങ്ങൾ പറഞ്ഞത് ശരിയാ, എനിക്ക് ഉണ്ണിമോളോട് ഒരു പൊടി ഇഷ്ടം കൂടുതലുണ്ട്. അത് ഞാൻ അവളെ നോക്കി വളർത്തിയത് കൊണ്ടാ. പക്ഷെ എന്ന് വെച്ചാൽ എനിക്ക് ആദ്യമോളെ ഇഷ്ടമല്ലെന്നല്ല, അവൾ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ഞാൻ അവളെ വഴക്കുറയും, ശാസിക്കും. അതെന്തുകൊണ്ടാ, അവൾ നന്നാകാൻ വേണ്ടി മാത്രമാണ് എന്ന് കരുതിയിട്ട് എനിക്ക് അവളോട് ഇഷ്ടക്കേടുള്ളതുകൊണ്ടല്ല അങ്ങനെ ഞാൻ ചെയ്യുന്നേ. അവൾ നന്നായിട്ട് വളർന്നു വരണം, നല്ല കുട്ടിയായിട്ട് വളരണം, അതെന്റെ ഒരു ആഗ്രഹമാണ്. ഇത് കേട്ടതും മിനി പറഞ്ഞു, കൂടുതലാകുമ്പോൾ സെന്റിമെന്റ്സ് ഒന്നും പറയണ്ടെന്ന് പറയാ. ദേവികൻ പറഞ്ഞു, ഇനി ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പോയേക്കുവാന്ന് പറയണം. പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു, ആഹാ അമ്മ അമ്മയുടെ അടുത്ത അടവ് എടുത്തോന്ന് ചോദിക്കാം. ഉണ്ണിമോളെ ഇവിടെ ആക്കിയിട്ട് അമ്മ തനിയെ വീട്ടിലേക്ക് പോകണം, നല്ല കഥ തന്നെ. അമ്മ എങ്ങനെ പോകുന്നു, ഞങ്ങൾ വിശ്വസിക്കണോ അല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടാൻ ദേവികൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാലും കുഴപ്പമില്ല, വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ വെച്ച് എനിക്ക് അങ്ങനെ അധികം പ്രാർത്ഥിക്കാൻ പറ്റില്ല. എനിക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നേ എന്ന് പറയാം. ഇനിയിപ്പം നിങ്ങളോട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ബാലികാദേവിയുടെ അടുത്ത് പോയി നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറയുക, ബാലികാദേവിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് പറയാണ്. ഈ സമയം ഗിരിദേവനും വാവയും അങ്ങോട്ട് വന്നു. അതെ മുത്തശ്ശി വണ്ടി വന്നിട്ടുണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് ദേവികമ്മ പറഞ്ഞു, എന്നാ ഞാൻ ഇറങ്ങിയേക്കുവാന്ന് പറഞ്ഞുകൊണ്ട് ദേവികമ്മ അവരോടൊപ്പം അങ്ങോട്ട് പോവാണ്. ഈ സമയം മിനി ജയനോട് പറഞ്ഞു, അമ്മയുടെ അടവ് കണ്ടില്ലേ, നമ്മളെ അവളുടെ അരിയിലേക്ക് കൊണ്ട് എത്തിക്കാനുള്ളേ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടിയൊരു പ്ലാനാന്ന് എനിക്ക് തോന്നേ. ആ ഹോസ്പിറ്റലിൽ വെച്ച് ആ നേഴ്സ് നമ്മളോട് പറഞ്ഞില്ലേ, ബാലികാദേവിയുടെ അരികിൽ ചെന്നാൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറുമെന്ന്. ഇത് അനസൂയയും വിനോദും കൂടെ പറഞ്ഞു പറയിച്ചേക്കുന്ന കാര്യങ്ങളാ. അവരായിരിക്കും ഒരു പക്ഷെ നേഴ്സിനെ കൊണ്ട് അങ്ങനെ പറയിച്ചേ, അല്ലെങ്കിൽ ഒരു കാരണവശാലും ആ നേഴ്സ് അങ്ങനെ പറയത്തില്ല. അല്ലെ പിന്നെ ഇങ്ങനെ ആ നേഴ്സിന് ഉണ്ണിമോള ബാലികാദേവി എന്ന് പോലും അറിയത്തില്ലോ. ഇത് കേട്ടതും ജയ പറഞ്ഞു, ശരിയാ, അറിവും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്ത് പൊട്ടത്തരങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞില്ലേ, നമ്മുടെ ഉണ്ണിമോളുടെ കാൽച്ചുവട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ രണ്ടുപേരും കളിച്ചൊരു നാടകം അത്. ഈ സമയം മിനി പറഞ്ഞു, അനസൂയയ്ക്ക് ഒരു മോളുള്ളതല്ലേ, പക്ഷേങ്കിൽ അവള് എന്റെ മോളെ കുറിച്ച് ചിന്തിച്ചില്ലല്ലോ, ചിന്തിച്ചായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു പറയാ. ജയൻ പറഞ്ഞു, പോട്ടെ, ഇനിയിപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ടെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന സാവിത്രിയും കുറുപ്പെണ്ണും ഫുഡ് കഴിക്കാണ്ട് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ്. ആ സമയം വൈഷ്ണവിയുടെ അമ്മ അങ്ങോട്ട് വന്നു. അമ്മ വന്ന് കുറുപ്പേട്ടൻ പറഞ്ഞു, അല്ല മോളെന്തിയെ, മോളെ കണ്ടില്ലോ എന്ന് പറയണ വൈഷ്ണവി മോളെ, അവള് മുറിയിൽ അച്ചാന്ന് പറയണ. ഇതെന്താ ഇതുവരായിട്ട് ഇറങ്ങി വരാത്തെ, 2-3 ദിവസമല്ല ഞങ്ങൾ വന്നിട്ട്. അതച്ചാ അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവള് വരാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറയാം. ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പോഴും മുറി പുറത്തുനിന്ന് പൂട്ടിയേക്കോണേ. അതേ അച്ഛാ, ഇല്ലെങ്കിൽ അവള് ചാടിപ്പോന്ന് പറയാം.
ആ കീ ഇങ്ങടാട്ട്, ഞാൻ ആ മോളെ പോയി വിളിച്ചോണ്ട് വരാന്നറിയാം. വേണ്ടച്ചാ, അത് ശരിയാവത്തില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഏ, അവൾക്ക് നിങ്ങളെ കാണുമ്പോൾ എന്താ അവസ്ഥയെന്ന് പറയാൻ പറ്റില്ല. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. വേണ്ടച്ചാ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവളെ വിളിച്ചോണ്ട് വരാന്ന് പറയാം. എന്നാലും ഞങ്ങൾ ഇത്രമാത്രം തീതനായത് എന്താ ഞങ്ങൾക്ക് സംഭവിച്ചെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം എത്രമാത്രം ഞാൻ വേദന ഞങ്ങളിപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നേ. ആകെ ഉണ്ടായിരുന്ന മോൻ പോയി, പിന്നെ അവരുടെ ഒരാകെ ഉണ്ടായിരുന്ന കൊച്ചുമോളും കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. ഇത്ര വേദന തിന്നാൻ പാകത്തിന് എന്ത് പാവമാണ് എൻ്റെ ഈശ്വരന്മാരെ ഞങ്ങൾ ചെയ്തതെന്ന് പറയാം. ഈ സമയം സാവിത്രി കുറുപ്പേട്ടനോട് പറഞ്ഞു, കുറുപ്പേട്ടൻ വിഷമിക്കാതെ, മോള് നമ്മുടെ അരിയിൽ വരുമെന്ന് പറയണം. എങ്ങനെ വരാനാ സാവിത്രി? അല്ല, അവളുടെ ചെറുപ്പകാലത്ത് നമ്മൾ അവളുടെ അരിയിലേക്ക് വന്നിട്ടില്ല, അവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പക്ഷേങ്കിൽ അതിന്റെ ദേഷ്യമായിരിക്കും അവള് നമ്മളോട് തീർക്കാൻ പോകുന്നത്. നമ്മൾ എന്തിനാ ആർക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയത്? ആകെപ്പാടെയുള്ള മോൻ പോയി, ഇനിയിപ്പോൾ ആകെപ്പാടെയുള്ള പ്രതീക്ഷ കൊച്ചുമോളല്ലേ. അവളെയും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുതിലെ മുതൽ അവള് ബോർഡിങ്ങിലെല്ലാം നിന്ന് പഠിച്ചെന്ന് പറഞ്ഞേ. ഊട്ടിയിൽ അച്ഛനും ഇല്ല അമ്മയില്ല, ആ ഒരു വിഷമം അത് മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൾ ആരെയും കാണാനായിട്ട് കൂട്ടാക്കാത്ത. ഈ സമയം വൈഷ്ണവ് പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അവൾ നിങ്ങളുടെ അടുത്ത് വരുമെന്ന് പറയണ. പെട്ടെന്ന് കുറുപ്പേട്ടൻ പറഞ്ഞു, ശരി എന്നൊരു കാര്യം ചെയ്യാം, മോള് ഫുഡ് കഴിക്കാൻ പറയണ. വേണ്ട, ഞാൻ അവൾക്ക് കൊണ്ട് കൊടുത്തിട്ട് വേട്ടെ, എന്നോട് ദേഷ്യപ്പെടുമെങ്കിലും ഞാൻ കൊണ്ട് ഫുഡ് കൊടുക്കുന്നൊക്കെ അവൾക്ക് ഇഷ്ടമാന്ന് പറയണ. പിന്നെ ഒരു പാത്രത്തിനകത്തേക്ക് ചപ്പാത്തിയും കറി എടുത്തോണ്ട് മുറിയിലേക്ക് പോവാ. മുറിയിലേക്ക് പോയി കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചിറങ്ങി വന്നു. എന്ത് പറഞ്ഞു മോള്? ഞാൻ ആകെ പറഞ്ഞു നോക്കി നിങ്ങളെ കാണാനായിട്ട്, പക്ഷെ അവള് കാണാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടും കുറുപ്പേട്ടൻ പറഞ്ഞു, പേടിക്കണ്ട, അവളെ ബാലികാദേവിയുടെ അരികെ കൊണ്ടുവരില്ല. ബാലികാദേവിയുടെ അടുത്ത് അവളുടെ വിഷമങ്ങളൊക്കെ പറയട്ടെ, അവളുടെ വേദനകളൊക്കെ മറക്കട്ടെ. അങ്ങനെ പറയുവാണെങ്കിൽ എൻ്റെ മോളെ എനിക്ക് തിരികെ കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയണേ. അങ്ങനെ അവള് നല്ല കുട്ടിയായിട്ട് എന്നോടൊപ്പം പോരെന്ന് പറയുന്നു. അല്ലെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേ? ഇനിയിപ്പോൾ അവൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട്. ഇത് കേട്ടോ സാവിത്രി, ശരിയാ, ഇങ്ങോട്ട് വന്നത് തന്നെ ഇനിയിപ്പം ഞങ്ങളുടെ പേരിലുള്ള സ്വത്തല്ല അവളുടെ പേരിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാ എത്ര വിഷമിക്കണേ? ഇനിയിപ്പം ഞങ്ങൾ എത്ര കാലം ഉണ്ടാകുന്ന പോലും അറിയത്തില്ല. സാവിത്രിക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം വല്ലാത്ത പ്രശ്നങ്ങളും വേദനകളും വിഷമങ്ങളും ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്കാണ് ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല. ഒരു പക്ഷെ മനസ്സിന്റെ വേവലാതി ആയിരിക്കും. ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് പോലും അറിയത്തില്ല എന്ന് പറയാം. ഇത് കേട്ടത് സാവിത്രി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ മനസ്സിന്റെ ഉള്ളിലൊരു വിഷമമുണ്ട്, അതെന്താന്ന് പുറത്ത് പറയാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥ. പിന്നീട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവളുടെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ മാറ്റണമെന്ന് പറയാം. ഈ സമയം വൈഷ്ണവിയുടെ അമ്മ പറഞ്ഞു, അല്ല അതിനു വേണ്ടിയില്ല അച്ഛൻ വന്നേ, അച്ഛൻ അതിനോട് പറയുകയും ചെയ്തല്ലെന്ന് പറയാം. ഇനി മോളെ സ്കൂളിൽ നിന്ന് ഊട്ടിയിലെ ബോർഡിംഗ് സ്കൂളിലൊന്നും ചേർത്ത് പഠിപ്പിക്കണ്ട, അവളെ കൂടെ തന്നെ നിർത്തിയാൽ മതി. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ മോളെ സ്നേഹിക്കണം. ഇത്രയും കാലം കൊടുക്കാത്ത സ്നേഹം, ഒരു അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ സ്നേഹം കൊടുത്തു വേണം അവളെ ഇനി വളർത്താനായിട്ട്. അങ്ങനെയാണെങ്കിൽ അവളുടെ സ്വഭാവങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. പെട്ടെന്ന് അകത്തുനിന്ന് ഒരു ഗ്ലാസ് പൊട്ടിച്ചിതറുന്ന സൗണ്ട് കിട്ടും. ദേ, ഫുഡ് കൊണ്ടു കൊടുത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നേ. എല്ലാവരോടും അവൾ ദേഷ്യം അവൾ തീർക്കുമെന്ന് പറയാം. സാരമില്ല, അവൾ അവിടെ ഇരിക്കട്ടെ, ഇന്നൊരു ദിവസം കൂടെ. നാളെ ബാലികാദേവിയുടെ അരിയിലേക്ക് പോകുന്ന സമയത്ത് അവളെയും കൊണ്ട് പോകണം. അവൾ അവളുടെ മനസ്സിലെ വിഷമങ്ങളും വേദനകളും ദേവിയോട് പറയട്ടെ എന്ന് കുറുപ്പേട്ടൻ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ സാവിത്രി, ശരിയാ, കുറുപ്പേട്ടൻ പറഞ്ഞ കാര്യം ശരിയാന്ന് പറയണം. പിന്നീട് വൈഷ്ണവിയുടെ അമ്മയോട് പറഞ്ഞു, മോള് ആഹാരം കഴിക്കാൻ പറയണം. ഈ സമയം വൈഷ്ണവിയുടെ അമ്മ ഒരു ഗൂഢമായിട്ടൊന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ ഇതുവരെ ആരും അറിയാത്ത കുറെ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. പിന്നീട് കാണിക്കുന്ന മിനിയും ജയനും സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? ഇനി നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? അന്നപൂർണേശ്വരി ദേവിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വന്ന ദേവി പോലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ആദിൽമോൾക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ ഓർക്കുന്നേ, അനസൂയയും വിനോദിനും ബോധമില്ലേ? ഉണ്ണിമോളും ഗിരിജാവനൊക്കെ പറഞ്ഞ പിന്നെ ചെറുതുങ്ങളാന്ന് ഓർക്കാം. പക്ഷെ അത്ര മുതിർന്നിട്ട് അവർക്ക് ബോധമില്ലേ? അവരെന്തൊക്കെ വർത്താനം എന്നാലും പറഞ്ഞല്ലേ ജയേട്ടാന്ന് ചോദിക്കുക. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നോർത്ത് നീ വിഷമിക്കണ്ട, നമുക്ക് തിരികെ പോയേക്കാം. ഇനിയിപ്പോൾ അവളെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കൊക്കയിലെങ്ങാനും വീണ് എൻ്റെ കൊച്ചു തീർന്നു കാണുമായിരിക്കും. ഇനി അവളെ ജീവനോടെ കിട്ടത്തില്ല. പിന്നെ വെറുതെ ഇതാ നമ്മളിവിടെ ഇരിക്കുന്നേ. വാ ജയേട്ടാന്ന് പറഞ്ഞാൽ മിനി ജയന്റെ കയ്യെ കയറി പിടിക്കുകയാണ്. ആ സമയത്ത് വാവയും ഗിരിദേവനും കൂടെ അങ്ങോട്ട് വരുന്നേ. ഗിരിദേവൻ വന്നിട്ട് ചോദിച്ചു, എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? ഇപ്പോഴും നിങ്ങൾക്ക് അത് ഉണ്ണിമോളാന്ന് വിശ്വസിക്കാൻ ഇഷ്ടമില്ലേ? ബാലികാദേവി അന്ന് വിശ്വസിക്കാൻ പോലും നിങ്ങൾ കൂട്ടാക്കുന്നില്ലല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടെന്ന് വാവ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ അത് ഉണ്ണിമോളായതുകൊണ്ടായിരിക്കും. ഉണ്ണിമോളുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇവരുടെ സങ്കടങ്ങളും എല്ലാ കാര്യങ്ങളും പോയി ഉണ്ണിമോളുടെ അരികിൽ പോയി പറഞ്ഞേനം, ബാലികാദേവിയുടെ അരികിൽ പോയി പറഞ്ഞേനം. അതിപ്പോൾ ഉണ്ണിമോളാന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് പോവാതിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ കാണിക്കുന്ന വലിയ മണ്ടത്തരമാണ്. കാരണം നിങ്ങളുടെ മോളെ രക്ഷിക്കാനുള്ള ഓരോ അവസരങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറന്ന് ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് നഷ്ടമാണെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മിനിയും ചെയ്യാനും നിൽക്കുക.
അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.